അല്ല 40. ഒന്ന് അങ്ങോട്ട് ആഞ്ഞും മനസ്സ് വെക്ക്. രണ്ട് കയ്യിലും രണ്ട് കള്ളന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കാനുള്ള 41. 50 തേക്കണം. 42. 44. മതി ഈ പാലും മുട്ട കഴിച്ചിട്ട് 50 ആക്കിട്ട് കൊടുത്താൽ മതി. പോട്ടെ 44. ഇല്ല അടിക്ക് 45. 45. പോട്ടെ 4 കൂടി ഉള്ളൂ. ഇങ്ങനെ ആയ എങ്ങനെ? 46. അവന് ക്ഷീണമായിരിക്കുന്ന പാല് കുടിക്കട്ടെ. എന്നാ പിന്നെ വെക്ക്. ഇത് പാല് കുടിക്കാം. ഇത് പോലീസിലാവുള്ളതാണ്, കളിയല്ല. എനിക്കോ? ഇനി 3 കൂടെ വരണം. 47. പോരട്ടെ 2 കൂടി. 48. അവന് വയ്യ. അങ്ങനെ പറയരുതേ. പോട്ടെ 2 കൂടി ഉള്ളു. മതി, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ഇരിക്കും. 49. പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണേ. 50. ഈ മനസ്സ് വേണം. ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ ലോറിയിൽ മണലും കൊണ്ട് പോകുമ്പോ എന്റെ കൂടെ വന്നെങ്കിൽ മണലൊക്കെ അതൊന്നും ഉത്സാഹിച്ചതാണ്. നല്ല മസിൽ കയറിയാണ്. ഭയങ്കര മനസ്സിലാണ്ടല്ലോ പോലീസുകാരനോട് ഈ പറയണേ. മോനെ ശ്രമിച്ചു പാല് കുടിക്കാം. അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലേ അതൊക്കെ ശരീരത്തിൽ കയറി അന്ന് വിയർപ്പൊക്കെ അടങ്ങിയിട്ടേ അത് കുടിക്കാൻ പാടുള്ളൂ. എന്നാ ഈ മുട്ട കൊടുക്കുമായിരുന്നോ? ഇടി പാല് കുടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ മുട്ട കഴിക്കാവൂ. അതിനൊക്കെ ഒരു സമയമുണ്ട്. ചുമ്മാ ഒന്ന് അടങ്ങട്ടെ. കൊള്ളാട്ടാ മോനെ. നീ പോലീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാലേ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. ആദ്യത്തെ ശമ്പളം മേടിക്കലാണെങ്കിൽ മോനെ അത് അമ്മയുടെ കയ്യിൽ തരണം. അയ്യോ, ശമ്പളം നീ മുഴുവനും മേടിച്ചോടി. ഇതൊന്നുമല്ല. എടാ മറ്റേ റിട്ടയർഡ് ആയിട്ടുള്ള മറ്റേ കോൺസ്റ്റബിൾ രാധാകൃഷ്ണല്ലേ, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറം താമസിക്കണേ? രാധാകൃഷ്ണൻ സാറ്. സാറ് അവൻ റിട്ടയർഡ് ആയില്ലേ? അവനെ നീ എന്തേലും ഒരു കേസ് പെടുത്തി സ്റ്റേഷനിൽ കയറ്റിയിട്ട് 4 പൂശം കൊണ്ട് അവനെ പൂശണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതൊന്ന് സാധിച്ചു തരണം. അച്ഛൻ എന്റെ പൊന്നു മോനെ, ജോലിക്ക് കയറുന്നതിന് മുമ്പേ നിന്റെ ജോലി കളയാനുള്ള കാര്യമാണ് പറയണേ. അച്ഛൻ ഇത് പഴയ പോലീസൊന്നുമല്ല. ആരെയും പിടിച്ചങ്ങനെ ആവശ്യമില്ലാതെ ഇടിക്കാൻ പറ്റില്ല, പണി പോവും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെടാ. കാര്യം കഴിയുമ്പോൾ തന്ത കരിയപ്പോലെ. ഞാൻ വളയം പിടിച്ച് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് പോലീസാക്കി ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരട്ടെ. വേണ്ട മോനെ, അച്ഛൻ പറഞ്ഞല്ലേ അയാളുടെ കയ്യോ കാലോ എന്താച്ചാ ഒടിച്ചു കൊടുക്ക്. അന്ന് അയാളെ പിടിച്ചിട്ട് 4 കൊടുക്കാച്ച. വേണ്ട. അച്ഛൻ്റെ ആഗ്രഹമല്ലേ കൊടുക്കാം. അല്ല, 4 കൊടുക്കണ്ട, 2 കൊടുത്താൽ മതി. പിന്നെ അവരുടെ നടുവിനിട്ടൊരു ചവിട്ടുകൂടെ കൊടുക്കണം. അന്ന് മണലോറിയിൽ എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു ചവിട്ടുകൂടെ ചവിട്ടിയത് ഇപ്പോഴും എനിക്ക് കക്കൂസിൽ നേരെ ഇരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് കയറി വെക്കട്ടെ, നടു ഞാൻ ഒടിക്കും. വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ എവിടെ കൂടെ പറഞ്ഞത്? വരുന്നുണ്ടല്ലോ അയൽവാസി, ദരിദ്രവാസി. ബാബാ എന്താ കാര്യമായിട്ട് എല്ലാരും ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ കണ്ട് ഇവന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കായിരുന്നു. അതെല്ലാം പോട്ട് നമുക്ക് ലൂഡോ കളിച്ചാലോ? പ്യാരി കളിക്കാനൊന്നുമില്ല. അവനിനി പഴയ പോലെ കളിച്ചു നടക്കാൻ പറ്റില്ല. അവന് ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി കയറിയിടോ. ജോലി പോലീസില് എടുത്തവനെ. ഇത് കൊറേ കാലായാലും നിങ്ങൾ പറയുന്നത്. ഓർഡർ കിട്ടിയാ? രാഘവേട്ട എല്ലാം കിട്ടിയ. ഇനി അവന് ശമ്പളം കൂടെ കിട്ടിയാ മതി. ടെസ്റ്റും പാസ്സായി, റാങ്ക് ലിസ്റ്റിലും വന്ന്, ഫിസിക്കലും കിട്ടി. എല്ലാം കിട്ടിയ. എന്നാലും എനിക്ക് ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഘവേട്ട വീട്ടുകാരൊന്നും ഊളത്തനം പറയല്ലേ? അതെന്നെ അസൂയുണ്ടെന്ന് പറഞ്ഞാൽ എന്തും പറയാന്നാ. അസൂയൊന്നുമല്ല, ഞാനൊരു പൊതു നിയമം പറഞ്ഞാന്ന്. ഈ ബിഗ് വെച്ചവര്, ഈ കോങ്കണ്ണില്ലവര്, ഈ ഉന്തിയ പല്ലില്ലവര്, ഇവരെയൊന്നും പോലീസിലോ എക്സൈസിലോ ഫോറസ്റ്റിലോ എടുക്കൂല. അയ്യോ, എന്ന് ആര് പറഞ്ഞു? അതിനല്ല ഈ പല്ല് വെച്ചാണ് കള്ളന്മാരെ പിടിക്കണത്. പല്ല് വെച്ചാ ഇടിക്കണേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അട്ടപ്പാടിയുടെ ഒരു പയ്യൻ ഫോറസ്റ്റിൽ സെലക്ഷന് വേണ്ടി പോയി. ഓന് സെലക്ഷൻ കിട്ടിയില്ല, ഉന്തിയ പല്ലില്ലോണ്ട്.
അത് എവിടെയോ അട്ടപ്പാടിയിൽ ഏതോ ഒരു പയ്യൻ ഫോറസ്റ്റില്, എന്റെ മോൻ പോലീസിലാ. ഇത് പോലീസാ. പോലീസ് ആയാലും ഇത് ആ നിയമം 3 വകുപ്പിന് ബാധകാന്ന്. ഭ്രാന്തല്ല, അനുഭവമാണ്. ഇവിടെ അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പാടില്ല. വേറൊക്കെ ഒരു അസൂയമില്ല. എനിക്ക് എന്തൊരു അസൂയ? അതുകൊണ്ട് നമുക്ക് ലൂഡോ കളിക്കാൻ ഒന്നും കളിക്കണില്ല. ഇയാള് പോയേ ലൂഡോ കളിക്കാൻ പോയി. നിങ്ങളെ മോനെ പോലീസ് കിട്ടിയ എനക്കെന്തില്ലെന്ന്. അതെ, എന്റെ ചെക്കൻ പോലീസ് വേഷത്തിൽ അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണും. ആയിക്കോട്ടെ. പോലീസിൽ ഒന്ന് കാണണം. മാത്രല്ല ഇയാൾ അകത്ത് ഇടിച്ചിട്ട് 2 ഇടി ഇടിക്കുന്നു. നിന്റെ പോലീസിന്റെ ഇടി ഞാൻ ഒന്ന് കൊണ്ടിട്ട് മനുഷ്യന്മാരുണ്ടോ എന്റെ ദൈവമേ. ഓഹോ അച്ഛാ അയാൾക്ക് ഭ്രാന്താണ്. നമുക്ക് വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കാം. അയാള് ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാടാ? ഇല്ലെന്നേ, അങ്ങനെയാണ് ഫിസിക്കലിന്റെ നേരത്ത് പറയണ്ടേ. ഇയാളെ മനുഷ്യനെ സ്വസ്ഥത കളയാനായിട്ടാണ് വന്നേക്കണത്. എന്റെ പല്ലെന്ന് ഊന്നിട്ടല്ല. എവിടുന്ന്? ചുമ്മാ അയാള് വെറുതെ എന്തൊക്കെയാ പറയാ. പാലെടുത്തോ? മുട്ട കൂടെ കൊടുക്കും. പിടിക്കും, മുറുക്ക് പിടിക്കും. മുട്ട കഴിച്ചു. പിന്നെ എന്നാലും നമുക്ക് ആരുടെങ്കിലും ഒന്ന് ചോദിക്കാം അല്ലേ? ചോദിക്കാം. സത്യശീലൻ സാറ്? അതെ സാറേ നമസ്കാരം സാർ. ഓ നമസ്കാരം. എൻ്റെ പേര് മന്മഥൻ. ഇതെൻ്റെ മകനാ പ്യാരിജാതൻ. ഞാൻ ഇവിടുത്തെ ലോറി സ്റ്റാൻഡിലെ ലോറി ഡ്രൈവറാണ്. ഓ ശരി. ഇവൻ്റെ ഒരു ജോലിയുടെ ഒരു കാര്യത്തിൻ്റെ ഒരു സംശയം സാറിനോട് ചോദിച്ചാൽ കൃത്യം മറുപടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്ന് സാറിനെ കാണാൻ വന്നതാണ്. അയ്യോ, ജോലിക്കാര്യത്തില് ഞാൻ എന്ത് മറുപടി പറയാനാണ്? പറയടാ. അല്ല, സാറൊരു ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. എന്താ കാര്യം എന്താണ്? ഞാൻ PSCയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്, കോൺസ്റ്റബിളിന്റെ. അപ്പൊ ഫിസിക്കലും കഴിഞ്ഞതാണ്. അപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരാള് പറഞ്ഞു പല്ലുന്തിരുന്നാല് സർവീസിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാണോ ഇല്ലെന്നൊന്നും അറിയാൻ വേണ്ടിട്ട്. ഈ ഫോഴ്സിലാണെങ്കിൽ അത് പ്രശ്നമാണ്. ഫോഴ്സിലാണ് പ്രശ്നം. അപ്പൊ പോലീസിന്റെ പ്രശ്നമല്ലേ അല്ലേ? അങ്ങനെയല്ല, അതിലിപ്പോ എല്ലാം പെടും. നിങ്ങൾ കുറച്ച് മുമ്പ് പത്രത്തിൽ വായിച്ചോന്ന് എനിക്കറിയില്ല. അട്ടപ്പാടിയിലുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഈ ഫോറസ്റ്റിൽ ജോലി കിട്ടി. ഈ പല്ലുന്തിയന്റെ പേരിൽ പുള്ളിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു സംഗതി വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പത്രത്തില്. അപ്പൊ രാഘവട്ടം പറഞ്ഞത് ശരിയല്ലേ? ചിലപ്പോ പുള്ളിയുടെ ഇങ്ങനെ കാണാൻ പറ്റും, ബോറായിട്ട് പുറത്തോട്ട് നിൽപ്പുണ്ടാവും അല്ലേ? അങ്ങനെയാവാം. അല്ല, പിന്നെ ഈ പല്ലങ്ങ് ശരിയാക്കാത്ത എന്തെന്നാ? എന്റെ സാറേ, ഇവനെ കുഞ്ഞിലെ ഞാൻ പല്ല് കാണിക്കാൻ പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാ. അപ്പൊ അന്ന് 25,000 രൂപ വേണോന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. അവനിപ്പോ ഈ ജോലി കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. എന്നാ പിന്നെ ഇപ്പൊ ശരിയാക്കണം. അതല്ല സാറേ, 1 മാസമല്ലേ ഇനിയുള്ളൂ. അപ്പൊ അതിനുമ്പോ പല്ല് ശരിയാക്കാൻ പറ്റുമോ? നമ്മളെന്തായാലും ആദ്യം നിങ്ങൾ ദന്തിസ്റ്റിനെ പോയിട്ടൊന്ന് കാണ്. എന്നിട്ട് അങ്ങനെ എന്താ പറയുന്നത് നോക്ക്. ചിലപ്പോ ശരിയാക്കാൻ പറ്റുമായിരിക്കും. അല്ല സാറേ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൻ്റെ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് സാറ് വിചാരിച്ച എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റും? ഞാൻ വിചാരിച്ച എന്ത് പരിഹാരം കാണാൻ പറ്റും? കാണാം. സർക്കാർ ജോലിയുടെ കാര്യല്ലേ, ഇപ്പൊ ഇതിന്റെ പേരിൽ അത് പോകണ്ട. ശരി. പെട്ടെന്ന് അറിയൂലല്ലോ. ഇല്ല, അങ്ങനെ അറിയില്ല. എന്നാലും എന്താ വന്നു? സാറേ, നല്ല അട്ടപ്പാടിക്ക് വരികയാണ്. ഇത് എന്റെ മകനാണ് ഉണ്ണിരാജ്. ഇവ
PSC പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഫോറസ്റ്റ് ഗാർഡായിട്ട് ജോലി കിട്ടേണ്ട ആളാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇപ്പൊ ജോലി കിട്ടിയിട്ടില്ല. ഓ അതെ സാർ, മനസ്സിലായി മനസ്സിലായി. നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഉറക്കൊഴിഞ്ഞിട്ടാണ് ഈ ഫോറസ്റ്റ് ഗാർഡിന്റെ പരീക്ഷ ഞാൻ പാസ്സായത്. പാസ്സാവല് മാത്രമല്ല സാറേ, റാങ്ക് ലിസ്റ്റ് മുമ്പിൽ വന്നു. മെഡിക്കലിൽ ഈ ഉന്തിയ പല്ലുണ്ട്, ഇത് പറ്റൂല, മാറ്റി നിർത്തിയിട്ടുണ്ട് സാറേ. എനിക്ക് താഴെയില്ല, ഇവരെല്ലാം അഡ്വൈസ് വന്നു, എനിക്ക് മാത്രം അഡ്വൈസ് വന്നില്ല സാറേ. ജോയിൻ ചെയ്യേണ്ട കടലാസ് വന്നില്ല സാറേ. ഇപ്പൊ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ ഉണ്ണിയുടെ പല്ല് പൊന്തിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അത് നിയമമായി. എന്ത് ലോജിക്ക് ഇല്ലാത്ത നിയമമാണ് സാറേ ഇത്. സാറേ, ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ പണിയെടുക്കുമ്പോ ഉന്തിയ പല്ലുണ്ടായിട്ട് എന്താണ് സാറേ കുഴപ്പമില്ലേ? പറ. സത്യത്തില് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നിയമമായതുകൊണ്ട് നമുക്കിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. എന്തിനാണ് അങ്ങനെ ഒരു നിയമം? ഈ ഫോറസ്റ്റ് കാലത്ത് പല്ല് പൊന്തി നിൽക്കാൻ പാടില്ല എന്ന് എന്താ അതുകൊണ്ട് കുഴപ്പം? അന്നത്തെ കാലത്ത് ചിലപ്പോ ഈ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് കാണുമ്പോ ഒരു ഗൗരവമൊക്കെ തോന്നണം. അപ്പൊ ചിലപ്പോ പല്ലൊക്കെ പൊന്തി നിൽക്കണ കാണുമ്പോ അല്ലെ ചിരി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പതാ എൻ്റെ ഈ മീശ. ഒരു കാര്യമില്ല, എനിക്കിഷ്ടല്ല. ഞാൻ എന്നാലും വെച്ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അങ്ങനെ ഈ നിയമം ശരിയല്ലാന്ന് സാറിന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ സാർ ആ നിയമം ഒന്ന് മാറ്റിയിട്ട് എൻ്റെ മകനാ ജോലി വാങ്ങിക്കൊടുക്കും. അതെങ്ങനെ പറ്റുക? നിയമം ഭേദഗതി ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മാറ്റണമെങ്കിൽ മാറ്റേണ്ട കാര്യമൊക്കെ കാണിച്ച് വകുപ്പ് അധ്യക്ഷന്മാര് ഗവൺമെന്റിന് ഒരു ശുപാർശ വെക്കണം. അത് പിന്നെ PNRD, PSC, നിയമവകുപ്പ് ഒക്കെ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. പിന്നെ അത് മന്ത്രിസഭ കൂടി ചേർന്ന് ഗവൺമെന്റ് ഓർഡറാക്കി നിയമമായിട്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ. അങ്ങനെ ഈ നിയമം മാറി പുതിയ നിയമം വരുമ്പോൾ ഒരുപാട് കൊല്ലെടുക്കില്ലേ സാറേ? അപ്പോഴേക്ക് ഇവരെ പെൻഷൻ പറ്റേണ്ട പ്രായമാവും. എത്രയും പെട്ടെന്ന് ഈ നിയമം മാറിയിട്ട് ജോലി കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മന്ത്രിസഭയില് അച്ഛൻ, അമ്മ, അമ്മാവൻ, ബന്ധുമിത്രാദികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവണം. ഉണ്ടോ? ഇല്ല. അപ്പൊ അതും പറ്റില്ല. സാറേ പറഞ്ഞോ. ഞങ്ങൾ പോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.